നമസ്കാരം. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ പ്രതിയായ CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ അന്വേഷണത്തിനെത്തിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ പിണറായി വിജയന്റെ വാടക വീട്ടിൻ്റെ മുന്നിൽ വെച്ച് CPM ഗുണ്ടകൾ ആക്രമിച്ചിട്ട് മാസം 1.5 പോകുന്നു. 24 പേർ ഇപ്പോഴും ജയിലിലാണ്. 2 പേർ ജാമ്യം നേടി ജയിലിൽ നിന്ന് ഇറങ്ങി. 300ഓളം പേർ ഈ കേസിൽ പ്രതികളുമാണ്. കണ്ടാലറിയാവുന്ന 300ഓളം പേർ. അന്ന് ED ഉദ്യോഗസ്ഥർ റെയ്ഡിനെത്തിയത് വാടകയ്ക്കെടുത്ത ടാക്സി കാറുകളിലായിരുന്നു. ഈ കാർ ഉൾപ്പെടെയാണ് CPM ക്രിമിനലുകൾ, CPM ഗുണ്ടകൾ തല്ലി തകർത്തത്. ആ വാഹനത്തിൻ്റെ ഗ്ലാസ്സൊക്കെ തല്ലി തകർത്തു. ഇഷ്ടികയും വടിയുമൊക്കെ കൊണ്ടാണ് ഈ കാറിനെ ഇവർ തല്ലി തകർത്തത്. കാറിൻ്റെ ഡ്രൈവറുടെ കണ്ണിനൊക്കെ പരിക്കേൽപ്പിച്ചു. പക്ഷേ എന്നിട്ടും അദ്ദേഹം സമീപനം വിടാതെയാണ് അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഈ ED ഉദ്യോഗസ്ഥരെ പുറത്തെത്തിച്ചത്. സംഭവം വിവാദമായതോടെ AA റഹീം ഉൾപ്പെടെയുള്ള CPM നേതാക്കൾ ഈ കാറിൻ്റെ ഉടമയായ ശ്യാം രാജിന് ഒരു വാക്കു നൽകിയിരുന്നു. ശ്രീകാര്യം സ്വദേശിയാണ് ശ്യാം രാജ്. എന്ന് മാത്രമല്ല അദ്ദേഹം ഒരു ഇടതുപക്ഷ അനുഭാവിയുമാണ്. റഹീം നൽകിയ വാഗ്ദാനം ഈ കാറ് അറ്റകുറ്റപ്പണി ചെയ്യാനുള്ള പണം CPM നൽകും എന്നുള്ളതായിരുന്നു. പക്ഷേ റഹീമിൻ്റെയൊക്കെ വാക്ക് നമുക്കറിയാവുന്നതാണ്, ഇതുവരെ പാലിക്കപ്പെട്ടിട്ടില്ല. ഒരു ഇടതുപക്ഷ അനുഭാവിയാണെങ്കിലും ശ്യാം രാജ് അധ്വാനിച്ച് കുടുംബം പുലർത്തുന്നയാളാണ്. അദ്ദേഹത്തിന് ഈ പാട്ടപ്പിരിവിലും മുദ്രാവാക്യം വിളിയിലും പിണറായി സ്തുതിയിലും ഒന്നും താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് അധ്വാനിച്ച് വീട് പുലർത്തുന്നതാണ് താല്പര്യം. അതുകൊണ്ട് ഈ കാറ് ഇപ്പോൾ പണി തീർത്ത് വർക്ക്ഷോപ്പിലിട്ടിരിക്കുകയാണ്. 1,85,000 രൂപ അടച്ചാൽ മാത്രമേ കാറ് വിട്ടുകിട്ടൂ. തനിക്ക് മറ്റു മാർഗ്ഗങ്ങളൊന്നുമില്ല, വീട് പുലർത്താൻ മറ്റു മാർഗ്ഗങ്ങളൊന്നും ഇല്ലാതായതുകൊണ്ട് ശ്യാംരാജ് ഇപ്പോൾ പെയിൻറ്റിങ് പണി ചെയ്താണ് തൻ്റെ ഉപജീവന മാർഗം കണ്ടെത്തുന്നത്. ഈ കാറിൻ്റെ തിരിച്ചടവ് കാർ വർക്ക്ഷോപ്പിലായതോടെ തിരിച്ചടവ് മുടങ്ങി. അതുകൊണ്ട് തന്നെ ഈ കാർ ഏത് സമയവും ഫിനാൻസുകാർ എടുത്തുകൊണ്ടുപോകും എന്നുള്ളൊരു പേടി കൂടി ഇപ്പോൾ ശ്യാംരാജിനുണ്ട്. സംഭവം നടന്നിട്ട് 1.5 മാസമായി. CITU ഓട്ടോ ടാക്സി യൂണിയൻ യൂണിറ്റ് പ്രസിഡന്റ് കൂടിയാണ് ഈ ശ്യാംരാജ്. ഈ ശ്യാംരാജിനെ സഹായിക്കാൻ CPM നേതൃത്വം ഇതുവരെയും തയ്യാറായിട്ടില്ല. അത് വെറും വാഗ്ദാനമാണ് അന്ന് AA റഹീം കൊടുത്തത്. കാറിൻ്റെ ചില്ല് തെറിച്ച് ശ്യാംരാജിൻ്റെ കണ്ണിന് അന്ന് പരിക്കേറ്റിരുന്നു. ഒരു തൊഴിലാളിയുടെ ജീവിതമാർഗം ഇല്ലാതാക്കിയതിൽ പാർട്ടിക്ക് ധാർമ്മിക ഉത്തരവാദിത്തമുണ്ടെന്നും ഡ്രൈവറുടെ ആശങ്കകൾ പരിഹരിക്കുന്നതിന് ഇടപെടുമെന്നാണ് CPM ജില്ലാ ആക്ടിംഗ് സെക്രട്ടറിയായിരുന്ന AA റഹീം അന്ന് പറഞ്ഞത്. എന്നാൽ സംഭവ ദിവസം ഏതാനും നേതാക്കൾ ഇദ്ദേഹത്തെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. പക്ഷേ പാർട്ടിയിൽ നിന്ന് ഇതുവരെ ഒരു സഹായവും ശ്യാംരാജിന് കിട്ടിയിട്ടില്ല. വാഹനത്തിൻ്റെ ഫിറ്റ്നസ് തീർന്ന് 2 ദിവസം കഴിഞ്ഞപ്പോഴായിരുന്നു ആക്രമണം. അതുകൊണ്ട് തന്നെ കേടുപാടുകൾ തീർക്കാൻ ഇൻഷുറൻസ് കിട്ടിയിട്ടില്ല. കാർ ഇല്ലാതായതോടെ ഉപജീവന മാർഗത്തിനായി പെയിൻറ്റിംഗ് ജോലിക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ശ്യാംരാജ്. മെയ് 27 നടന്ന സംഭവത്തിൽ CPM പ്രവർത്തകർ 2 കാറുകൾ ആക്രമിച്ചപ്പോൾ കൂടുതൽ കേടുപാടുകൾ ഉണ്ടായത് ശ്യാംരാജിൻ്റെ വാഹനത്തിനാണ്. 3 വനിതകളടക്കം 5 ഉദ്യോഗസ്ഥരാണ് ഈ ശ്യാംരാജിൻ്റെ വാഹനത്തിലുണ്ടായിരുന്നത്. ആദ്യം മുട്ടയെറിഞ്ഞ പ്രവർത്തകർ പിന്നീട് ഇഷ്ടികയും കരിങ്കല്ലും ഉപയോഗിച്ച് കാറിൻ്റെ ചില്ലുകൾ അടിച്ചു തകർത്തു. മറ്റു ഭാഗങ്ങൾക്കുമൊക്കെ കേടുപാടുകളുണ്ടായി. ഇദ്ദേഹം ഈ CITU ഓട്ടോ ടാക്സി തൊഴിലാളി സംഘടനയുടെ ഒരു നേതാവ് കൂടിയാണ്. അദ്ദേഹത്തിനാണ് ഇതുപോലെയുള്ള ഒരു ദുരനുഭവം പാർട്ടിയിൽ നിന്നുണ്ടായിരിക്കുന്നത്. ഒരു വ്യക്തി കാരണമാണ് ഇത്തരത്തിൽ സംഭവിച്ചത്. പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയും അയാളുടെ മകളും കാരണമാണ് ഇതവിടെ സംഭവിച്ചത്. ആദ്യം ഈ അക്രമം നടത്തിയ CPM അംഗങ്ങളുടെ കാര്യമൊക്കെ നമുക്ക് വിടാം. കാരണം അവർക്ക് ഈ തലയ്ക്ക് വെളിവില്ലാത്തവർ പല കോപ്രായങ്ങളും അക്രമങ്ങളും ഒക്കെ കാണിക്കും. ഈ മാനസിക വിഭ്രാന്തിയുള്ളവരും മാനസിക രോഗികളും ഒക്കെ കാണിക്കുന്നതാണല്ലോ. അതുകൊണ്ട് അവരെയും ആ ഗണത്തിൽപ്പെടുത്തിയാൽ മതി. പക്ഷേ ഇതുപോലെ ഒരു മനുഷ്യൻ്റെ ഉപജീവന മാർഗം മുട്ടിച്ചപ്പോൾ ഒരു വാഹനം എത്ര പവിത്രമായാണ് അയാൾ ആ വാഹനം കൊണ്ടു നടക്കുന്നത്. അയാളുടെ ഒരു ഉപജീവന മാർഗമായിരുന്നു. അത് ഫിനാൻസ് ഇട്ടാണ് ആ വാഹനം എടുത്തത്. ഇപ്പോൾ ഒരു വാഹനം കൊണ്ടു നടക്കുമ്പോൾ ഇവർക്കൊന്നും അത് അറിയണ്ട. കാരണം ഇവർക്ക് പണിയെടുത്ത് ശീലമില്ല. ഈ പല കമ്മ്യൂണിസ്റ്റ് തമ്മാടികൾക്കും CPM തമ്മാടികൾക്കും പണിയെടുത്ത് ശീലമില്ല, പൂട്ടിച്ചേ ശീലമുള്ളൂ. കേരളത്തിൽ എത്രയോ തൊഴിൽ സ്ഥാപനങ്ങൾ ചെങ്കോണകം കുത്തിയവന്മാർ പൂട്ടിച്ചിട്ടുണ്ട്. കാരണം പണിയെടുത്ത് ജീവിക്കുന്നവർ അവർക്ക് ഇഷ്ടമേ ഇല്ല, അവരോട് അസൂയയാണ്. എങ്ങനെയെങ്കിലും പാർട്ടി ഓഫീസിൻ്റെ കടത്തിണ്ണയിലും ഒക്കെ ചൊറയും കുത്തിച്ചെന്നിരിക്കുക, സമൂഹ മാധ്യമങ്ങളിലൂടെ പിണറായി സ്തുതി നടത്തുക, പാർട്ടിയെ സ്തുതിക്കുക, പാർട്ടിക്ക് ജാഥയ്ക്ക് ആളെ കൂട്ടാനായി പോവുക, ബക്കറ്റ് പിരിവ് നടത്തുക, അതിൽ കൈയിട്ട് വാരുക, ഗുണ്ടായിസം കാണിക്കുക, ഊച്ചാളിത്തരം കാണിക്കുക, ഇതൊക്കെയാണ് ഇവരുടെ രീതി. മറ്റുള്ള രാഷ്ട്രീയ പാർട്ടിക്കാരിൽ നിന്നൊക്കെ ഈ CPMകാരെ വ്യത്യസ്തമാക്കുന്നതും ഇതുതന്നെയാണ്. ഇപ്പോൾ യഥാർത്ഥത്തിൽ അന്ന് AA റഹീം വന്നു പറഞ്ഞത് ഈ വാഹനം അറ്റകുറ്റപ്പണികൾ ചെയ്തു കൊടുക്കുമെന്നാണ്. ഇനി അതിൻ്റെ പേരിൽ പാട്ടപ്പിരിവ് എടുക്കാതിരുന്നാൽ കൊള്ളാം. ഈ തല്ലി തകർത്ത വാഹനത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്താൻ വേണ്ടി ഞങ്ങൾ പിരിവെടുക്കുകയാണ് എന്ന് പറഞ്ഞ് ബക്കറ്റ് നോക്കി ഇറങ്ങാതിരുന്നാൽ അത് ഭാഗ്യം. എന്തായാലും 1,85,000 രൂപ CPMനെ സംബന്ധിച്ചിടത്തോളം വളരെ 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 ചെറിയൊരു തുകയാണ്. അത് കൊടുക്കാനുള്ള ഒരു മനസ്സെങ്കിലും കാണിക്കണം. മനുഷ്യത്വമില്ല എന്നറിയാം, എങ്കിൽ പോലും
ആ പണമെങ്കിലും നിങ്ങളുടെ ഈ തെമ്മാടിത്തരം കാരണമാണ് ഒരു മനുഷ്യൻ്റെ ഉപജീവന മാർഗം ഇല്ലാതായത്, അദ്ദേഹത്തിൻ്റെ കണ്ണിന് പരിക്കേറ്റത്. ഫിറ്റ്നസ് ഇല്ലാതെ അദ്ദേഹം വാഹനം പുറത്തിറക്കിയത് തന്നെ തെറ്റ്. സ്വകാര്യ വാഹനമല്ല, ടാക്സി വാഹനമാണ്. എന്തെങ്കിലും യാത്രക്കാർക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ പോലും ഇൻഷുറൻസ് പരിരക്ഷ കിട്ടുമായിരുന്നില്ല. പക്ഷേ അത് ശ്യാംരാജ് ശ്രദ്ധിക്കേണ്ടതായിരുന്നു. അത് ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ച തന്നെയാണ്. അതുകൊണ്ട് തന്നെ 1,75,000 രൂപ ഒരു പെയിൻറ്റിംഗ് തൊഴിലാളിക്ക് കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ അത് പെട്ടെന്നൊന്നും നടക്കുന്നൊരു കാര്യമല്ല. ഇപ്പോൾ തന്നെ 1-2 മാസത്തെ ഫിനാൻസ് അടവ് മുടങ്ങിയിട്ടുണ്ട്. അതുപോലും കണ്ടെത്താൻ ഒരു പക്ഷേ അങ്ങനെയൊക്കെ കഴിയുന്നില്ല. വണ്ടി ഫിനാൻസുകാർ പിടിച്ചുകൊണ്ട് പോകുമെന്നുള്ള ആശങ്കയിലാണ് ശ്യാംരാജ്. എന്തായാലും ഈ CPM ഗുണ്ടകളോട് പറയാനുള്ളത്, ഇനിയെങ്കിലും നിങ്ങൾ ഇതുപോലെയുള്ള തെമ്മാടിത്തരങ്ങളും തല്ലുവിളിത്തരവും കാണിക്കുന്നതിന് മുൻപ് അല്പമൊന്ന് മനുഷ്യത്വം കാണിക്കണം. നിങ്ങളുടെ വീട്ടിലുള്ളവരെ കുറിച്ച് കൂടി ആലോചിക്കണം. നിങ്ങളുടെ വീട്ടിലുള്ളവരെ പോലെയാണ് അല്ലെങ്കിൽ നിങ്ങളെപ്പോലെയാണ് മറ്റുള്ളവരുമെന്ന് മനസ്സിലാക്കണം. എല്ലാവർക്കും ഇതുപോലെ പാട്ടപ്പിരിവെടുത്ത് മറ്റുള്ളവൻ്റെ കാല് നക്കി ജീവിക്കാൻ താല്പര്യമില്ല. അധ്വാനിച്ച് ജീവിക്കാൻ താല്പര്യമുള്ളവരും ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ജനങ്ങളുടെ ക്ഷമ കെട്ടിരിക്കുകയാണെന്നുള്ള കാര്യം എപ്പോഴും ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഊച്ചാളിത്തരവും വില്ലത്തരവും ഒന്നും ഇനി ചിലവാകില്ല. കേരളത്തിലെ ജനങ്ങൾ പൊതുനിരത്തിലിട്ട് പട്ടിയെ തല്ലുന്നത് പോലെയുള്ള ഒരു കാലം ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഇനിയെങ്കിലും നിങ്ങൾ നല്ല അല്പം മാന്യമായി മുന്നോട്ട് പോവുക.